നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. സൗഖ്യം പ്രാപിച്ചവൻ സാക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. ബെഥസ്ദ കുളക്കരയിൽ അന്ധവിശ്വാസ നിമിത്തം പതിറ്റാണ്ടുകളായി അവിടെ നാടും വീടും വിട്ട് വന്ന് കിടക്കുന്ന മനുഷ്യരിൽ ഒരുത്തൻ യേശു, ഏറ്റവും അധികം വർഷമായി കിടന്ന ഒരുത്തൻ യേശു സൗഖ്യം നൽകി. യേശു അവനോട് പറഞ്ഞത് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്നാണ്. അവൻ രോഗിയായതുകൊണ്ട് അവന് കാര്യമായിട്ട് നടക്കാൻ സാധിക്കുകയില്ല, ഒരുപക്ഷെ എഴഞ്ഞ് നടക്കാനേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യനോട് പറയുകയാണ് കിടക്കയെടുത്ത് നടക്കാൻ. വർഷങ്ങളായിട്ട് അവൻ സൂക്ഷിച്ചിരുന്ന പലതും ഉണ്ടായിരുന്ന ആ കിടക്ക ചുരുട്ടി എടുത്ത് നടക്കത്തക്കവണ്ണമുള്ള ബലം കർത്താവിന് നൽകി അവൻ നടക്കാൻ തുടങ്ങി. അന്ന് ശബത്താണെന്ന് ആ മനുഷ്യനറിയാം. ശബത്തിൽ ആരും ഒന്നും ചുമന്നുകൊണ്ട് നടക്കുകയില്ല. പക്ഷേ അവന് മനസ്സിലായി, എനിക്ക് വർഷങ്ങളായി ഇവിടെ കിടന്നിരുന്ന, നടക്കാൻ നിവൃത്തിയില്ലാതിരുന്ന രോഗിയായി എനിക്ക് ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം നൽകിയത് എന്തു തന്നെയായാലും ശക്തിയുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. അത് ദൈവത്തിൻ്റെ കൃപയുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞനുസരിക്കാം, കാരണം ബാക്കി അദ്ദേഹം നോക്കിക്കൊള്ളും. ദൈവത്തിൻ്റെ അംഗീകാരമില്ലാത്ത ഒരാൾ വചനവിരുദ്ധമായിട്ട് പറയുമോ? ശബത്തിൽ ചുമടെടുക്കാൻ പാടില്ല എങ്കിൽ ചുമടെടുക്കുക എന്ന് ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ഒരാളാണെ പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചുമടെടുക്കാം. ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ഈ മനുഷ്യൻ പറയുന്ന ഉപദേശം ശരിയാണ്. ഏതായാലും എനിക്ക് സൗഖ്യം തന്നത് ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ആളായതുകൊണ്ടാണ്. ആ ദൈവത്തിൻ്റെ അംഗീകാരമുള്ള മനുഷ്യൻ പറയുന്നു, കിടക്കയെടുത്തോ, നടന്നോളാൻ. തീർച്ചയായിട്ടും അത് ചെയ്യാം, തെറ്റില്ല. യഹൂദന്മാർ ആ കുളക്കരയിലേക്ക് വന്നു, ചോദിച്ചു, എന്താ നീ കിടക്കയെടുക്കുന്നത്? ഇന്ന് ശനിയാഴ്ചയല്ലേ, ശനിയാഴ്ച ഒന്നും ചുമക്കാൻ പാടില്ലെന്നുണ്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയവൻ, അതായത് ഞാൻ ഈ 38 കൊല്ലമായിട്ട് ഇവിടെ കിടന്നയാളാണ്. പക്ഷേ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു കിടക്കയെടുത്ത് നടക്കാൻ. സൗഖ്യമാക്കുവാൻ പറഞ്ഞു. അതുകൊണ്ട് ഒറ്റ വാക്കിന് എനിക്ക് സൗഖ്യം തരാൻ ഉള്ള അധികാരമുള്ള ആളാണ് എന്നോട് കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ 38 വർഷം ഇവിടെ കിടന്നതാണെന്നോ രോഗിയായിരുന്നെന്നോ ഒന്നും അവർക്ക് വിഷയമല്ല. അവർ ചോദിക്കുന്നത് ചോദ്യം അവർ ആവർത്തിക്കുകയാണ്, നിന്നോട് കിടക്കയെടുത്ത് എടുക്കാൻ പറഞ്ഞ മനുഷ്യൻ, അവൻ്റെ പേരെന്താ? അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങയുടെ പേരെന്താണ് എന്നൊന്ന് ചോദിക്കാൻ നേരം കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആരാണെന്ന്, കാരണം വളരെ ജനത്തിരക്കുള്ള പെരുന്നാൾ സമയമല്ലേ, ജനത്തിരക്കായിരുന്നുകൊണ്ട് യേശു അവൻ്റെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അതുകൊണ്ട് ആരാണെന്ന് അവന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല, പേരും അവന് പറയാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ എന്തായാലും അവൻ പോയത് ദേവാലയത്തിലേക്കാണ്. ഈ ചുമന്നുകൊണ്ട് പുള്ളി കുളക്കരയിൽ നിന്ന് ദേവാലയത്തിലേക്ക് പോവുകയാണ്. കാരണം എന്താ? ദൈവത്തിന് നന്ദി പറയാൻ. അവൻ വീട്ടിലേക്കല്ല. അവനെ രോഗിയായപ്പോൾ വീട്ടുകാർ ഉപേക്ഷിച്ച് ഇവിടെ നടതള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലേക്കല്ല, അവൻ നേരെ ദേവാലയത്തിലേക്ക് തന്നെ ധൈര്യമായിട്ട് പോയി. കാരണം ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ആളാണ് ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യം തന്നത്. ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ആളാണ് കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അംഗീകാരമുള്ള സ്ഥലത്തേക്ക് ഞാൻ നടക്കുകയാണ് എന്നുള്ള ധൈര്യത്തിൽ അവൻ ദേവാലയത്തിനകത്തേക്ക് കയറി. അപ്പോൾ യേശു അവൻ്റെ അടുക്കൽ, അവൻ്റെ ധൈര്യം കണ്ടിട്ട് യേശുവിന് വലിയ ഇഷ്ടമായി. യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമായല്ലേ? അപ്പോൾ ഇവൻ 38 കൊല്ലമായി ഇവിടെ കിടന്നയാളാണെന്നോ ഇപ്പം സൗഖ്യം കിട്ടിയ ആളാണെന്നോ ദേവാലയത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അവിടെ പല ഭാഷക്കാരും പല നാട്ടുകാരും അല്ലേ ഉള്ളത്.
യേശുവിൻ്റെ അടുക്ക് ചെന്ന് സൗഖ്യമായി അല്ലേ? യേശുവിനോട് പറഞ്ഞു, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്തത്. ഇനി നീ പാപത്തിന് പോയാൽ, നീ വചനവിരുദ്ധമായത് ചെയ്യാൻ പോയാൽ അധികം തിന്മയായത് ഭവിക്കും. ചിലപ്പോൾ 38 വർഷം കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനേക്കാൾ നിനക്ക് പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, യേശു കാനാവിലെ വീട്ടിൽ വീണ്ടും വന്നു, കപർന്നഹൂമിൽ വീണ്ടും വന്നു, അതുപോലെ യെരുശലേമിൽ ആവർത്തിച്ചു വന്നു. ഇപ്പോൾ ഇതാ ഈ സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യന്റെ അടുക്കൽ യേശു വീണ്ടും ചെല്ലുകയാണ്. അവന് വേണ്ട ഉപദേശം നൽകുകയാണ്, അവനെ സ്നേഹിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. ഇവിടെ തൊട്ടു താഴെ നമ്മൾ വായിച്ചത്, ആരാണ് സൗഖ്യം നൽകിയത് എന്നൊക്കെ ചോദിച്ച ആളുകളെ കൈകാട്ടി അവൻ വിളിച്ചിട്ട് പറഞ്ഞു, യേശു ആണ് സൗഖ്യം നൽകിയത്. നാം വായിച്ചത് അങ്ങനെയാണ്, യേശു ആണ് എനിക്ക് സൗഖ്യം നൽകിയത് എന്ന് അവൻ അവരോട് പറഞ്ഞു. യഹൂദന്മാരെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച, സമാധാനം പ്രാപിച്ച ആളുകൾ യേശുവിനെ സാക്ഷിക്കണം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കി ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകന്റെ വാക്ക് കേട്ട് യേശുവിനെ അനുഗമിച്ച അന്ത്രയോസും യോഹന്നാനും ഒക്കെ പോയിട്ട് മറ്റുള്ളവരെ, നഥനയേൽ ഉൾപ്പെടെയുള്ള ആളിനെ കർത്താവിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ അന്ത്രയോസ് പോയിട്ട് പത്രോസിനെ കർത്താവിലേക്ക് കൊണ്ടുവന്നു. കാനാവിലെ വീട്ടുകാര് യേശു വരുന്ന കാര്യം ആളുകളെ അറിയിച്ചു. അതുപോലെ 3-ാം അധ്യായത്തിലെ നിക്കോദീമോസ് ആ സമയത്ത് യേശുവിൻ്റെ സാക്ഷിയായി ഇല്ലെങ്കിലും യേശുവിൻ്റെ മരണസമയത്ത് അദ്ദേഹം പരസ്യമായി സാക്ഷിച്ച് യേശുവിൻ്റെ ശിഷ്യനാകാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരമെടുത്ത് മാന്യമായി അടക്കാൻ തയ്യാറായി. 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവള് ചെന്ന് പട്ടണത്തിലുള്ള ആളുകളെ അറിയിച്ച് അവരെ കർത്താവിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ രാജഭൃത്യൻ യേശുവിനാൽ തൻ്റെ മകന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുടുംബമായിട്ട് വിശ്വസിച്ച് കുടുംബമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തയ്യാറായി. ഇവിടെ 5-ാം അധ്യായത്തിലെ ഈ പക്ഷവാത രോഗി, അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം യേശുവാണ് എനിക്ക് സൗഖ്യം തന്നവൻ, ഒറ്റ നിമിഷം കൊണ്ട് യേശുവാണ് സൗഖ്യം തന്നത് എന്ന് പറയാൻ, അങ്ങനെ യേശുവിനെ സാക്ഷിക്കാൻ തയ്യാറായി. അവർ ചോദിച്ച് കിടക്കെടുത്ത് നടക്ക എന്നതിനോട് പറഞ്ഞ ആരെന്നാണ്. പക്ഷെ അവൻ പറയുന്നത് എന്നെ സൗഖ്യമാക്കിയത് യേശു എന്നാണ്. അവന് വിഷയം അവന് സൗഖ്യം കിട്ടിയതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സാക്ഷിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.